ജീവിതത്തിലെ പ്രതിസന്ധികൾ സ്വാഭാവികമാണെന്നും പ്രതിസന്ധികളില്ലാതെ പ്രതിവിധികൾ ഉണ്ടാവില്ല എന്നും പ്രതിവിധികളാണ് നമുക്ക് പുതിയ വഴികൾ തേടാൻ നമ്മെ സഹായിക്കുന്നത് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നല്ലൊരു പുസ്തകമാണ് ജോസഫ് മലിക്കാരൻ രചിച്ച പ്രതിസന്ധികളും പ്രതിവിധികളും ദി അൺസ്ക്രിപ്റ്റഡ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം. ഒരുപാട് ഭാഷകളിലേക്ക് ആ പുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചില പ്രതിസന്ധികൾ ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ പുതിയ വഴികൾ തേടുവാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു എന്നാണ്. രണ്ടാമത്തെ ഒരു പ്രമേയത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആ പ്രമേയം ജീവിതത്തിലെ കയറ്റിറക്കത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവും. എപ്പോഴും കയറ്റം മാത്രമാണെന്നില്ല. വലിയ കയറ്റങ്ങളാണ് എന്ന് ധരിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോഴൊരു ഇറക്കമുണ്ട് ഉണ്ടാവാം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഷോക്ക് ഉണ്ടാവില്ല എന്നും ഉള്ള സൂചനകളൊക്കെ ആ പുസ്തകത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കയറ്റിറക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് ഞാൻ പഠിക്കാൻ പോകുന്നത് എൻ്റെ അയൽവക്കക്കാരനായിട്ടുള്ള പൗലോസേട്ടൻ ഉണ്ടാക്കി തന്ന ഒരു ഹാർഡ് ബോർഡ് പെട്ടി കൊണ്ടാണ്. അന്നത്തെ പെട്ടികൾ അങ്ങനെയായിരുന്നല്ലോ. പെട്ടി എന്തൊക്കെ പിടിച്ച് ഞാൻ 100 രൂപയുമായിട്ട് തിരുവനന്തപുരത്ത് പോകുന്നു. ചെറിയൊരു ഹോട്ടലിൽ 2 രൂപയ്ക്ക് മുറിയെടുത്ത് പിന്നെ നല്ലവരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഹോസ്റ്റലിൽ കിട്ടി. എൻ്റെ സഹോദരൻ ജെയിംസ് ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ ജോലി ആയതുകൊണ്ട് 150 രൂപ വെച്ച് മാസം പഠിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് കിട്ടുമായിരുന്നു. ഫീസും ഹോസ്റ്റൽ താമസവും എല്ലാം കൂടെ. 2ാം വർഷമൊക്കെ ആയപ്പോഴത്തേക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരുപാട് വലിയ താരമായിട്ട് മാറി. പിന്നെ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൽക്കാലം ഉണ്ടായിരുന്നില്ല. 3ാം വർഷം ആയപ്പോഴത്തേക്കും അത് അസ്തമിച്ചു. പിന്നെ വീണ്ടും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയി. അവസാനം പരീക്ഷയ്ക്ക് എഴുതി ഞാൻ തിരിച്ചു പോരുന്നത് അതേ പെട്ടി തൂക്കി പിടിച്ചിട്ടാണ്. കയ്യിൽ ആകപ്പാട് അഡീഷണലായിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ ടേബിൾ ഫാനാണ്. ഒരു കയ്യിൽ ഫാനും ഒരു കയ്യിൽ ഈ സൂട്ട് കേസും പിടിച്ചിട്ട് ഞാൻ കാലടിയിൽ നിന്നാണ് വീട്ടിലേക്ക് നടന്നു വരുന്നത്. കാരണം ഞാൻ പോകുന്ന ബസ്, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ബസ് കാലടിയിൽ നിർത്തിയില്ലായിരുന്നു. ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. എന്തുകൊട്ടെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ സ്റ്റെനോഗ്രാഫി പഠിക്കാൻ പോയി. കാരണം എത്രയും വേഗം ഗൾഫിൽ ജോലിക്ക് പോയി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഉപദേശമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത്. സ്റ്റെനോഗ്രാഫി പഠിച്ചതിന് മുമ്പായിട്ട് എൻ്റെ പാസ്പോർട്ടുമായിട്ട് ആരോ കടന്നു കളഞ്ഞു. അതുകൊണ്ട് അതവിടെ അവസാനം കുറേ നല്ല മനുഷ്യരുടെ ഉപദേശത്തോടെ ഞാൻ വീണ്ടും അഭിഭാഷക വൃത്തിയിലേക്ക് പോയി. അഭിഭാഷക വൃത്തിയിൽ ആദ്യത്തെ വരുമാനം കാര്യമായിട്ടൊന്നും തന്നെയില്ലായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ 150 രൂപ ശമ്പളത്തിനാണ് ഒരു ഓഫീസിലേക്ക് ചെന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം വിവാഹമായി. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കയറി താമസിച്ച വീടെന്നുള്ളത് ഞങ്ങൾ ഭാർഗവി നിലയം എന്നൊക്കെ പേരിട്ട വീടാണ്. ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ പോയിട്ട് വാതിൽ പോലും വലിച്ച് കെട്ടേണ്ട ഒരവസ്ഥയുള്ള വീട്. 75 രൂപ 150 രൂപ വാടക കൊടുത്താൽ മതി. 75 രൂപ വാടക കൊടുത്താൽ മതി. അതായിരുന്നു എടുക്കാൻ കാരണം. ഇടയ്ക്ക് മുറികളൊന്നുമില്ല. അങ്ങനെ ഒരു കട്ടിലുണ്ട്, തുണി വലിച്ച് കെട്ടും. ഞങ്ങളുടെ കൂടെ ഒരാൾ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ പുറത്തായിരുന്നു, കുറച്ച് ദൂരെയൊക്കെ അങ്ങ് മാറിയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് മാറി. അത് സെമിത്തേരി മുക്കിലായിരുന്നു. എല്ലാ ദിവസവും പുതിയ അതിഥികൾ സെമിത്തേരിയിൽ വരുന്ന കാണുന്നൊരു സ്ഥലം. അതും ഒരു ഭാർഗവി നിലയായിരുന്നു. അവിടെയും 150 രൂപയാണ് വാടക. ആദ്യത്തെ വാടക ഞങ്ങൾ കൊടുത്തത് താലിമാല പണയം വെച്ചിട്ടായിരുന്നു എൻ്റെ ഓർമ്മ. അത് ആ വീട്ടിൽ ഇന്നും എനിക്ക് ഒരു സങ്കടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതാണ്. എൻ്റെ പേര് കുര്യൻ ജോസഫ് അഡ്വക്കേറ്റ് എന്നുള്ള പേരെഴുതി വെച്ചത് എൻ്റെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഒരു മിഠായിപ്പാട്ട ഉണ്ടായിരുന്നു. മിഠായിപ്പാട്ടയുടെ മുകളിലത്തെ അടപ്പ് അത് നിരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് റൂബി എഴുതിയ പേരാണ് മതിലിന്മേൽ ഞങ്ങൾ ഒട്ടിച്ചു വെച്ചത്. ആ പേര് ആ പലക അല്ലെങ്കിൽ ആ നാമ ബോർഡ്, നെയിം ബോർഡ് എടുത്ത് സൂക്ഷിച്ചില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്. എന്തുകൊണ്ടാണ് അത് അവിടെ നിന്ന് പിന്നെ അടുത്ത വീട്ടിലേക്ക് പോയി, അടുത്ത വീട്ടിലേക്ക് പോയി, അങ്ങനെ 3-4 വീടുകളൊക്കെ മാറി. അവസാനം പിന്നെ അഡീഷണലായിട്ട് ഗംഭീരമായി, പിന്നീട് അഡീഷണലായിട്ട് ജനറലായി, പിന്നീട് ജഡ്ജിയായി. ജഡ്ജി ആയപ്പോഴും ഒരു പുതിയ വീട്ടിലേക്ക് മാറാനായിട്ട്
ലോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. പിന്നെ അതുകൊണ്ട് ടോപ്പപ്പ് ചെയ്ത് പുതിയ ലോൺ എടുത്തു. അങ്ങനെ ഒരു 20 വർഷക്കാലത്തോളം ലോൺ തന്നെയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യം കൊണ്ടാണ് എല്ലാ ലോണുകളും അടച്ചു തീർത്തത്. അത് കഴിഞ്ഞ് പുതിയ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. പുതിയ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നപ്പോൾ ഡൽഹിയിൽ 2 ലക്ഷത്തിലൊക്കെ വാടക കൊടുക്കണമല്ലോ ഇപ്പോഴും. അന്ന് ഒരേ ഒരു മാസത്തെ വാടക ബാക്കി വെച്ചിട്ടാണ് ഞാൻ പുതിയ വീട്ടിലേക്ക് പോരുന്നത്. അന്നും ദൈവം വഴി നടത്തും. ഇതുവരെ വഴി നടത്തിയ ദൈവം ഇനി വഴി നടത്തും. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് അന്ന് ഉത്തരവൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തോ ദൈവം എന്നിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ളൊരു 6-7 വർഷമായി ഇപ്പം ഒരുപാട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തക്കവണ്ണമുള്ള വഴികളും അതുപോലെ പ്രൊഫഷണലായിട്ട് ആർബിട്രേഷനും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷനുകളും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ആർബിട്രേഷൻസിലൊക്കെ ഏർപ്പെടാനൊക്കെ ആയിട്ടൊരു ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നമുക്കൊരു കൈ താങ്ങിക്കൊടുക്കാൻ, ഒരു കൈ താങ്ങാവാനൊക്കെ ഒരു വലിയ കൃപ ലഭിച്ചു. ഞാനത് ഒരു ആത്മകഥാ അംശത്തോടെ എത്ര നീണ്ടുപോയെന്ന് എനിക്കറിയാം. ഓർക്കാൻ കാരണം കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണ്. ആ സ്വാഭാവികതയിൽ ദൈവത്തെ കൈവിടാതെയും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കയറ്റത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ താഴ്ചയിലേക്കല്ല പോവുക, അത് ഉയർച്ചയിലേക്ക് പോകാനായിട്ടുള്ള ഒരു എളിമപ്പെടലാണ് എന്ന് ഒരു തോന്നലുണ്ടായാൽ തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. ആ തിരിച്ചറിവ് നമ്മെ വലിയ തിരിച്ചുവരവിലേക്ക് സഹായിക്കും. തിരിച്ചറിഞ്ഞ് തിരിച്ചുവരവിന് സഹായമാകാൻ ആത്മകഥാംശമുള്ള ചിന്ത സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.